ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു, കമൻസൊക്കെ ഇട്ട്. അതിൽ കമൻസ് ഇടാൻ മറന്നുപോയവരൊക്കെ ഇന്ന് പറഞ്ഞു, ചേച്ചിയെ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അടിയെ പേടിച്ചേ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നു കേട്ടോ. അത് ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത്. ലിസി, ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം ചിന്തിച്ചു ഇനി എന്നെ കളിയാക്കുവാണോ. മമ്മിയുടെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്തു, ലൈക്കും ചെയ്തെന്നൊക്കെ. അപ്പം ഞാൻ അന്നേരം കുറേ നേരം ഇങ്ങനെ ആലോചിച്ചത് ആരായിരിക്കും ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങളെങ്ങാണോ ആണോ പിള്ളേരാണോ എന്നൊക്കെ. പിന്നെ ചിന്തിച്ചത് പ്രൈസ് മോൻ പറഞ്ഞില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ട മമ്മിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കമൻ്റൊക്കെ ഇടണേന്ന്. അങ്ങനെ ചെയ്തതാ. പ്രൈസ് മോൻ്റെ അടുത്ത് ഒത്തിരി പേര് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അതെല്ലാം ഞാൻ മോനോട് പറഞ്ഞു കേട്ടോ. ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞവർക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓമനാൻ്റെ ചോദിച്ചായിരുന്നു ഇരുമ്പുളി ഇട്ട മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഇരുമ്പുളി ഇട്ട മത്തി ഒന്നും കൂടെ നല്ല. എനിക്ക് തോന്നുന്നു തോരൻ വയ്ക്കാനാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന്. കുഞ്ഞു മീൻ കിട്ടുന്നില്ല. കുഞ്ഞു മീൻ കിട്ടിയായിരുന്നെങ്കിൽ തോരൻ വയ്ക്കാമായിരുന്നു. അപ്പോൾ കുറച്ച് ഇനി മേളിലോട്ട് ഇതിൻ്റെ ഇതങ്ങ് ഇല്ല. പ്രീതി ചേച്ചി പറഞ്ഞതുപോലെ ഇത് നമുക്ക് ശരിക്കും തരും. പക്ഷേ ഒരു മഴയോ എന്തെങ്കിലും വന്നാൽ ഉടനെ അതങ്ങ് താഴെ വീണതാവും. ആയുസില്ല അധികം. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു ആൻറ്റി വാട്സപ്പിൽ പറഞ്ഞായിരുന്നേ, ഞാൻ ചോദിച്ച ആൻറ്റി ആൻറ്റി നാളെ എന്നോട് പറഞ്ഞായിരുന്നു, ബിജി ഇരുമ്പുളി ഇങ്ങനെ ഫ്രിഡ്ജിൽ പിന്നെ സിപ്ലോ കവറിലിട്ട് വെച്ചാൽ വർഷങ്ങളോളം ഇരിക്കുമെന്ന്. അപ്പോൾ ആൻറ്റി കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് അതിൻ്റെ പാലും ഞെട്ടുമൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് നാലാക്കി കീറി ഒന്നി നല്ല എയർ ടൈറ്റുള്ള ഡബ്ബയിൽ അല്ലെങ്കിൽ നല്ല സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യാനുസരണം എടുത്താൽ മതിയെന്ന്. കുറേ നാളിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അച്ചാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞെടി ഒരു വെയിൽ കൊണ്ടിട്ട് ഇട്ടാൽ കേടാകാതിരിക്കുമെന്ന്. അതും എനിക്കൊരു ചേച്ചി വാട്സപ്പിൽ പറഞ്ഞ്, ബിജി ഉള്ളയാ അത് നന്നായിട്ടിരിക്കുമെന്ന്. ഇരുമ്പുളിയൊക്കെ നമ്മൾ ഇട്ടിട്ട് വെളിയിൽ വെച്ചാലേ ഇല്ല മാങ്ങാടെ കൂട്ട് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി അങ്ങ് ഒരിത്തിരി ലൂസാവും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇരുമ്പുളി അച്ചാർ എനിക്കും ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ഇരുമ്പുളി ഇരുമ്പിക്ക അങ്ങനെയൊക്കെ പറയും. ഇപ്പം ജയിച്ച് പറഞ്ഞു, അയ്യോ അവിടെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ജയിച്ച വീഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ. ഞാനേ ഒരു പാട്ട് പാടാം. കുറച്ച് നാളായി പാട്ട് പാടിയിട്ട് ഞാൻ, പക്ഷേ ഇൻട്രോ സമയത്ത് പാടാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്കങ്ങ് മനസ്സിൽ തോന്നിയൊരു പാട്ടങ്ങ് പാടാമെന്ന്, അതുകൊണ്ട് പാടുക കേട്ടോ. ഇന്ന് ഞാനങ്ങനെ പാടാൻ ഉദ്ദേശിച്ചല്ല, ഇപ്പോൾ ഇങ്ങനെ എഡിറ്റിംഗ് സമയത്ത് ഞാൻ ചിന്തിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ചിൽ പാടിയത്, ചർച്ചിലെ മീറ്റിംഗ് സമയത്തേ ഓൺലൈൻ മീറ്റിങ്ങിൽ പാടിയ പാട്ടായത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരുന്നാണ് ഞാൻ ചിന്തിച്ചെന്നാൽ അത് ഒന്ന് പാടിയേക്കാന്ന്. ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് അടിച്ച് പോയേരെ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോകൾ നേരത്തെ ഇരുന്ന്, അതാ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. ഈ ഗുഡ് മോർണിംഗിനും അങ്ങനെയൊക്കെ വന്ന കുറേ ഫോട്ടോ, മീൻസ് എൻ്റെ ഫ്ലവറിൻ്റെയും പിന്നെ ഞാൻ എൻ്റെ അച്ചാറിൻ്റെയും അങ്ങനെയുള്ള ഫോട്ടോസുകളാണ് ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത്. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ.
യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുക എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമാകാതമേ. എന്നെ നടത്തുക എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമാകാതമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. അപ്പം എല്ലാവരും പാട്ടൊക്കെ കേട്ട് ബോറടിച്ചിട്ടിരിക്കുവാന്നോ? എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. അതിവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. അതുകൊണ്ട് കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച് അതിനായിട്ട് സവാളയൊക്കെ അരിഞ്ഞ്, ഇന്ന് ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് ആ സവാള ഇട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇച്ചിരി ഉപ്പിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഈ പാസ്തയാണെങ്കിൽ പിന്നെ ഇവിടെ ഇവരെല്ലാം സന്തോഷമാണ് അവർക്ക്. നമ്മൾ ചൂടോടെ ഈ കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ നാട്ടിലുള്ളവർക്കൊന്നും ഈ പാസ്തയൊന്നും അത്ര താല്പര്യം കാണത്തില്ല. മിക്ക സ്ഥലങ്ങളിലും ഇത് കിട്ടുന്നില്ലെന്ന് പറയുന്നു. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ചേച്ചി ഇത് ആദ്യമായിട്ട് കാണുക, ഇതുവരെയും കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ. ഇവിടെ നിന്നൊക്കെ പറയുന്നത് സ്ഥിരം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്ഥിരം ഫുഡ് ഈ മാഗി പോലെ പാസ്ത. അപ്പോൾ ഞാനിതിൻ്റെ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി സ്വല്പം എല്ലാം ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഈ പാസ്ത, പല ടൈപ്പിലെ പാസ്ത കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് സാധാരണ അളവെന്ന് പറയുന്നത് ആ പാസ്ത എത്രയുണ്ടോ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ഇന്നെന്തോ എഴുതുന്നോ ആ പാസ്ത ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ പാസ്ത പരവരക്കെ നെകക്കെ ഒത്തിരി അങ്ങാവല് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഒരു വിസിലടിച്ചിട്ട് ഞാൻ കുറച്ചങ്ങ് തുറന്ന് വിടും കേട്ടോ. മൊത്തം വിസിൽ പല കുക്കറിൻ്റെയും ഇതുപോലെ ഇരിക്കും. ഇത് മൊത്തം പ്രഷർ പോകാനായിട്ടിരുന്നാൽ അതങ്ങ് പായസം പോലാവും. അതുകൊണ്ട് ഒരു വിസിൽ വന്ന് ഞാൻ കുറച്ച് വിസിലങ്ങ് തുറന്ന് വിട്ട് പിന്നെ അത് ഇപ്പം തുറന്ന്, എന്നാൽ അടിയിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ട് ലൂസായിട്ട്. അത് ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ചിട്ട് വീണ്ടും അതുപോലെ ഒന്ന് അടച്ച് വെക്കും. അപ്പോഴത്തേക്കിന് അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ട് നന്നായിട്ടിത് റെഡിയായിട്ട് കിട്ടും. ചൂടോടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയാണ്. ആ മയോണൈസ് ഒഴിക്കുന്നതുകൊണ്ടേ ഇല്ല ചീസിൻ്റെ കൂട്ട് ഇതായിട്ടിരിക്കും. അപ്പോൾ പാസ്തയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ അതാണ്ട് ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടായിരിക്കുന്നത്. ഈ പിള്ളേർക്ക് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നേ ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തേ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് 2 ദിവസം കൊണ്ട് പറയുന്നത് ലേഡീസ് ഫിംഗറും ചപ്പാത്തിയും വേണമെന്ന്, വെണ്ടയ്ക്ക മെഴുകുവരട്ടിയും ചപ്പാത്തിയും വേണമെന്ന്. അപ്പോൾ വരുന്നുടനെ ചോദിക്കും എന്തോലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് തന്നെ എന്തോലും ലഘുവായിട്ടുള്ള ഇതായിരിക്കും. വരുന്നുണ്ടെങ്കിൽ ചില ദിവസം ഇങ്ങനെ കഴിക്കത്തില്ല. അപ്പം വന്നോണ്ടേ ചപ്പാത്തി ഇരട്ടിയെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ചോദിക്കും എന്തുവാ ചപ്പാത്തിക്ക് കൂട്ടാൻ. അവനിഷ്ടം ഇല്ലാത്തതാണെങ്കിൽ ചോറാന്നേലും കാണിക്കുമ്പോൾ അവന് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ അവൻ പറയും എനിക്ക് വേണ്ട, എനിക്കിന്ന് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുണ്ടേ പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് മെഴുക്കുവരട്ടാന്ന് വെച്ച്. അപ്പോൾ അവൻ ഹാപ്പി ആയിരിക്കുമല്ലേ.
എന്തോ ചെയ്യാനാന്നുള്ള ഇപ്പോഴത്തെ കാലത്ത്. വിശന്നാലും അവർക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ പിന്നെ അവർക്ക് ഫാസ്റ്റിങ്ങാണ്. പിന്നെ നമ്മളൊക്കെ ജീവിച്ച കാലത്ത് സ്കൂളിൽ നിന്ന് ഓടി വരുന്നുണ്ടെ ഡ്രസ്സ് താഴെ മീൻസ് ഒരു കുഞ്ഞു പ്രായം ഡ്രസ്സൊക്കെ ഊരിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ചിലപ്പോൾ കപ്പ വേവിച്ചതായിരിക്കും, ചിലപ്പോൾ ചക്ക വേവിച്ചതായിരിക്കും, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും. അയ്യോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുവാ അവർ പറയുന്നത്? ചില സമയത്ത് ഞാൻ ചോദിക്കും, എനിക്ക് ഇന്നതുണ്ടോ ഇതെന്തുവാടാ ഹോട്ടലാണെന്ന് ഞാൻ ചോദിക്കും. ഇന്ന ഹോട്ടലാകുമ്പോൾ നമ്മൾ ചെന്നിരിക്കുന്ന ഉടനെ എന്താ വേണ്ടി ഉടനെ കൊണ്ടുവരത്തില്ലേ, അതുപോലെ. പിന്നെ ഞാൻ നോക്കിയുണ്ടേ അവന് മെഴുക്കുരട്ടിയുണ്ടല്ലോ, അവനന്നേരം തൃപ്തിയാവുമല്ലേ. അപ്പോൾ ചിന്തിച്ചോണ്ട് നോക്കിയാൽ ഏത്തയ്ക്ക ഒരെണ്ണേ ഉള്ളായിരുന്നു. നേരത്തെ ഒന്നും വലിയവന് ഏത്തയ്ക്ക ഇഷ്ടമല്ല, കൊച്ചവൻ ഇപ്പോഴും ഏത്തയ്ക്ക കഴിക്കത്തില്ല തോരൻ. അപ്പോൾ വലിയവനിപ്പം ഭയങ്കര ഇഷ്ടമാണ്, അവൻ കൊച്ചിലെ കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ച് ഇച്ചിരി ഉള്ളായിരുന്നു. ആ ഒരെണ്ണം അരിഞ്ഞ് അതൊന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ കഴിഞ്ഞ ദിവസം കടലയും ഏത്തക്കയുടെ തൊലിയും കൂടി ഇട്ട് തോരൻ വെച്ചില്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു വൻപയറും ഇതുകൂടി ഇട്ട് തൊലിയും കൂടി ഇട്ട് വെക്കാനാണ് നല്ലതെന്ന്. അതാ എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ വൻപയർ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ അങ്ങ് കടലയാക്കിയതാണ്. അല്ലാതെ ചെറുപയറിട്ടും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ചെറുപയറിനേക്കായി കുറേ കൂടെ കടലയിട്ടങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ കാത്തോരനും റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നലത്തെ നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട മീൻകറിയുണ്ട്, ഇപ്പം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, മോരുകറി ഉണ്ടായിരുന്നു, ഏത്തയ്ക്ക തോരൻ. അപ്പം വൈകുന്നേരം ആയണേ അന്ന് നെയ്യപ്പം ഉണ്ടാക്കിയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പ് അരിക്കകത്താണ് ഞാൻ ഉണ്ടാക്കിയെന്ന്. അത് ഇവിടുത്തെ കഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഇന്ന് 2 കപ്പ് പച്ചരി ഞാൻ രാവിലെ ഇട്ടായിരുന്നു, അതിപ്പോൾ ഒന്ന് അരയ്ക്കാനായിട്ട് എടുക്കുക. അതിൻ്റെ അകത്ത് ഇച്ചിരി ജീരകവും 3-4 ഏലക്കയും ശർക്കര ഞാനന്ന് ഉരുക്കി വെച്ചത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് അരച്ചതിന് ശേഷം ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്ന് പൾസ് ചെയ്ത്, അപ്പം അതൊന്ന് തിക്കായിട്ടിരിക്കും, അതൊന്നും അരയുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ശർക്കര വെള്ളം, ഈ ശർക്കര വെള്ളം ഒഴിക്കുന്ന ഉടനെ നിങ്ങൾ അത് ഉരുക്കുന്ന സമയത്താണേലും കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ സാധാ വെള്ളത്തിലോ ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അങ്ങ് ഒത്തിരി ഫൈൻ പേസ്റ്റ് പോലെ അരയരുത്, ഇച്ചിരി റവയുടെ തരി പോലെ ആ അരി വേണം. ഞാൻ അന്നും പറഞ്ഞു തന്നെയല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ അന്ന് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ആദ്യം 1-2 ശരിയായതേ ഉള്ളൂ, പിന്നെ ശരിയായില്ല, പൊട്ടി പോവായിരുന്നെന്ന്. പൊട്ടി പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ബേക്കിംഗ് സോഡ ചേർത്താലും മാവ് ഒത്തിരി സോഫ്റ്റായി പൊട്ടിപ്പോവും. അതുപോലെ മാവ് ലൂസായിട്ട് ആണേലും പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇച്ചിരി ശർക്കര വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുകൂടെ അതിൻ്റെ അകത്ത് കലക്കിയിട്ട് ഈ മാവിലോട്ട് ചേർത്ത്, എന്നിട്ട് കുറച്ച് എള്ള്, എന്നിട്ട് ഞാൻ 1.5 കൈപ്പിടി, എൻ്റെ കൈക്ക് 1 പിടിയും കുറച്ചുകൂടെ തേങ്ങ തിരുമിയതാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് ചേർക്കാം. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇതിൻ്റെ അകത്തൊന്ന് ഉരുക്കി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വലിയ പാത്രം എടുക്കണമായിരുന്നു, ഇത് ഇത്തിരി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഇത്തിരി നന്നായിട്ടൊക്കെ വിസ്കും കൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്ത്, പിന്നെ ഞാൻ 10 മിനിറ്റ് പോലും വെച്ചില്ല കേട്ടോ. ഉടനെ ഞാൻ അന്ന് ഉണ്ടാക്കിയത് വേറൊരു ചട്ടിയായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയാണ് എടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ ഇത്തിരി ഇളകി വരാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്നത് ഇതിലുണ്ടാക്കിയോണ്ട് എനിക്ക് ഒത്തിരി സ്പ്രെഡായിട്ട് പോയില്ല അന്നുണ്ടാക്കിയതുപോലെ. അന്നത്തെ ഒരു നോൺ സ്റ്റിക്ക് പോലൊക്കെയുള്ള ഒരു പാത്രമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുമായിരുന്നു. ഞാൻ 1-2 എണ്ണം ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റി. പക്ഷേ നന്നായിട്ട് മുകളൊക്കെ ഇങ്ങനെ നന്നായി പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഈ അടിവശം ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏതാണെങ്കിലും നമ്മൾ ആദ്യത്തെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ് അതൊന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഞാനതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട്, അതുപോലെ നമ്മൾ ഒഴിക്കാൻ നേരം ഹൈ ഫ്ലെയിമിൽ ഒഴിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചേക്കണം. അത് ഉണ്ടാക്കാൻ നേരത്താണേലും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. തീയൊട്ട് കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ ഇത് ഉണ്ടാക്കിയെടുത്ത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു, നന്നായിട്ട് സോഫ്റ്റും ആയിരുന്നു.
പിന്നെ എന്തോ പറ്റിയെന്നറിയത്തില്ല, അന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൊട്ടിപ്പോയെന്ന് പറയാൻ കാര്യം, ഞാൻ അന്ന് 1 കപ്പ് അരിക്കകത്ത എടുത്തത്, ഇന്നിപ്പോൾ 2 കപ്പ് അരിയുടെ അളവാണ് എടുത്തത്. അതുപോലെ ഇത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണ കോരി കോരി ഒഴിക്കുമ്പോഴതൊന്ന് പൊങ്ങി വരുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തു എടുക്കാം. ഈ അരി കുതിരുന്ന് ഇപ്പം വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ രാവിലെ അരി ഇട്ടിട്ട് അങ്ങോട്ട് ഉടനെ അരി അരയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ശർക്കരപ്പാനിയൊക്കെ ഉരുക്കി വെച്ചേക്കുവാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പം, അല്ലെങ്കിൽ ശർക്കരപ്പാനിയൊക്കെ ഉരുക്കേണ്ടി അതേ ഒരു താമസമേ വരത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ട് അത് ഒത്തിരി അങ്ങ് സ്പ്രെഡ് പോലെ ആയില്ലെന്ന്. പിന്നെ ഞാൻ ആ ഓയിൽ മാറ്റിയിട്ട് അന്നുണ്ടാക്കി ആ പാത്രത്തിലുണ്ടാക്കി. അപ്പോൾ എനിക്ക് അന്നത്തെ കൂട്ടി ഇച്ചിരി ഒന്ന് സ്പ്രെഡായിട്ടൊക്കെ വന്നു. ഇത് എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു കുഴുവൻ പോലെ ഇരുന്ന് നെയ്യപ്പം, കുഴിയൻ നെയ്യപ്പം പോലെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. ഒരെണ്ണം ഉണ്ടാക്കിയപ്പോഴേ പോൾമോൻ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്രയും ഞാൻ ആ മറ്റേ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കണ്ടില്ലേ. അപ്പോൾ പ്രൈസമോനെ വിളിക്കാൻ പോകാൻ സമയമായി. ഞാൻ പറഞ്ഞ് 4:30 ആകുമ്പോൾ, പ്രൈസമോന് നേരത്തെ എക്സാം ആയതുകൊണ്ട് 4:30 ആകുമ്പോൾ 4:45 ആകുമ്പോഴത്തേക്കിന് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ പോയി ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി തിന്നുകൊണ്ട് പോയി, ഞാൻ പറഞ്ഞ് പോയിട്ട് വാ, അപ്പോഴത്തേക്കിന് തണുക്കുമെന്ന്, ചൂടല്ലേ. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് പറ്റത്തില്ല 2 എണ്ണം. പിന്നെ ഒരു വിധത്തിൽ ചിലപ്പോൾ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പ്രൈസമ്മോൻ സ്കൂൾ വിട്ട് വന്നിട്ട് ആദ്യം ഞാൻ 2 എണ്ണം കൊടുത്ത്. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഒരെണ്ണം കൂടെ എടുത്ത് കഴിച്ചു. നല്ലതായിരുന്നു മമ്മി എന്ന് പറഞ്ഞു. പിന്നെ റേച്ചാന് പിന്നെ ഇങ്ങനെയുള്ള അതിനോടൊന്നുമല്ല താല്പര്യം. റേച്ചാൻ ഇവിടുത്തെ വടാപ്പാവ്, സമോസ ഇതൊക്കെയാണ് ഇഷ്ടം. സമോസയേക്കായി റേച്ചാന് താല്പര്യം വടാപ്പാവാണ്. അപ്പം ലാസ്റ്റിലത്തെ ഇതൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊന്ന് കുറേയും കൂടെ അങ്ങ് ഇരുന്ന് മാവ് സോഫ്റ്റ് ആയിരിക്കും, അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരുമായിരുന്നു. അപ്പം ലാസ്റ്റിലത്തെ 2-3 എണ്ണം അകം അങ്ങ് ഇത്തിരി എന്താ പറയുന്നത്, പൊങ്ങ് പോലെ അങ്ങായി. അകത്തൊത്തിരി മാവങ്ങ് ഇതായില്ല, ഒത്തിരി പൊങ്ങ് പോലെ കണ്ടില്ലേ. അങ്ങ് പെട്ടെന്ന് ഒഴിക്കുമ്പോഴേ അതങ്ങ് പൊങ്ങി വരുമായിരുന്നു. ഞാൻ റേച്ചാൻ വന്നിട്ട് വലിയ അരത്തി 2 എണ്ണം കൊണ്ട് കൊടുത്തോണ്ടേ ഒരെണ്ണം തിന്ന് ബാക്കി അവിടെ വെച്ചിരുന്നു. റേച്ചാൻ അറിയാം ഞാൻ ഇതിൻ്റെയൊക്കെ കൊതി. അതിൻ്റെ അടുത്ത് പറഞ്ഞു നീ കഴിച്ചോന്ന്. ഞാൻ പറഞ്ഞ് ഞാൻ കഴിച്ച് റേച്ചാൻ ഇഷ്ടപ്പെടാഞ്ഞാണോ അതോ എനിക്ക് കഴിക്കണമെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ. അന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര ഇതിനോട് താല്പര്യമില്ലെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ 2 വടാപ്പാവ് ഉണ്ടാക്കി വെക്കട്ടെ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാണ്ട് സോഫ്റ്റ് നെയ്യപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ ഒരെണ്ണം എടുത്തേ കണ്ടോ, ആകമൊക്കെ കണ്ടോ, നല്ല ഇതായിട്ടിരിക്കുക. അപ്പം നമുക്കിനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.